ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടിട്ട്, അതായത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും. അപ്പോൾ നമ്മൾ ഇന്ന് കരോൾ ബാഗിലാണ് നിൽക്കുന്നത്. ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 500 ചലഞ്ച് ആണ്. 500 രൂപയ്ക്ക് നമുക്ക് എന്തോരം ഫുഡ് വന്ന് കഴിക്കാൻ പറ്റുന്നുള്ളതൊക്കെയാണ്. ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഫുഡ് സ്പോട്ടാണ്. ഇത് നമ്മുടെ ഡൽഹിയിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഡോക്ടർ ചാന്ദിനി ചൗക്ക്, ജമാ മസ്ജിദ് ആൻഡ് തേർഡ് ഫുഡ് സ്പോട്ടാണിത്. സോ ലെറ്റ്സ് ഗോ. 500 rupees നമുക്ക് വയറ് നിറച്ച് എന്തൊക്കെ കഴിക്കാൻ പറ്റുന്നത് എക്സ്പ്ലോർ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, എന്നെ കാട്ടിക്കൂട്ടിലാണെന്ന് എനിക്ക് എന്താ വലിയ സംഭവം പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ഗൈസ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. സോ നമ്മൾ നേരെ ചെന്നപ്പോൾ തന്നെ ശരവണ ഭവൻ കണ്ടു. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ അങ്ങ് കയറി ഗൈസ്. ബിക്കോസ് നമുക്ക് രാവിലെ തന്നെ എന്തെങ്കിലും തലയിലോട്ട് പോണ ഫുഡ് കിട്ടണമായിരുന്നു. സോ ദോശ നോക്കി, ദോശ നമുക്ക് പറ്റില്ല. സോ റൈസ് ഐറ്റംസിലേക്ക് തിരിഞ്ഞു. പിന്നെ കേരള റൈസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ട് അത് തട്ടി വിട്ടിട്ട് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഗൈസ്, ഇത് തട്ടി വിട്ട് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ അതും ഡൗട്ടാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഇത് കഴിച്ചേ പറ്റുള്ളൂ ഗൈസ്. ബിക്കോസ് 2 ദിവസമായി റൈസ് എന്തെങ്കിലും കഴിച്ചിട്ട്. ആകെ മൊത്തം റൊട്ടി, ഉണക്ക റൊട്ടി, ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ കഴിക്കാൻ കിട്ടണുള്ളൂ. സോ ഇവിടുന്ന് നമ്മൾ റൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കേരള റൈസ് ഉണ്ടോ നോക്കി, പക്ഷെ കേരള റൈസ് ഇല്ല. തമിഴ്നാടു റൈസ് ആൻഡ് സാമ്പാർ അതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. കുറേ തപ്പി കേട്ടോ നമുക്ക് പറ്റിയ വേറെ എന്തെങ്കിലും റെസിപ്പീസൊക്കെ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ദോശ കഴിക്കാനുള്ള മൂഡില്ല ഗൈസ്. ബിക്കോസ് മസാല ദോശയാണ് ഒന്നാമത്. ഓക്കെ, ഇത് കരോൾ ബാഗിൻ്റെ എൻട്രൻസ് തന്നെയാണ് കേട്ടോ ഈ ഇത് ശരവണ ഭവൻ വന്നിട്ട്. ആൻഡ് ഇത് കൂടെ വേണം നമുക്ക് മെയിൻ ഫുഡ് സ്ട്രീറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടൽ തുടങ്ങാം ഗൈസ്. ഇത്ര ഉള്ള സംഭവങ്ങളൊക്കെ. സിംഗിളാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ വല്ല ആന സദ്യ വേണോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇത്രയൊക്കെ ഇവിടെ കിട്ടുള്ളൂ. ഓക്കെ, റൈസ്, തമിഴ് റൈസ് ഇല്ലേ അവരുടെ റൈസ്, പച്ചരി ചോറല്ലേ ഇത്? അതെ അതന്നെ. കുറേ റൈസ് ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഒരെണ്ണം പറഞ്ഞാൽ മതിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം കൂടി കഴിക്കാൻ പറ്റില്ല. അത്രയും ഒരു കൊട്ട റൈസ് ഉണ്ട്. പിന്നെ സാമ്പാർ ജീരകം ഇട്ട സാമ്പാർ, ജീരകം ഇട്ട സംഭവം തന്നെ എനിക്കിഷ്ടമല്ല. ചെറിയ ജീരകം ഉണ്ടല്ലോ അത്. പക്ഷേ കഴിച്ചു ഗൈസ്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ എന്ത് ചെയ്തു, സാമ്പാർ എങ്കിൽ സാമ്പാർ കഴിക്കുക ഗൈസ്. സോറി ഗൈസ്, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് ജീരകട്ട ഫുഡ് ഇഷ്ടമല്ല, പക്ഷെ കഴിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഞെണ്ണി തുടങ്ങാം. സ്പൂൺ വെച്ച് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്ക് കഴിക്കുന്ന ടൈം എത്രയാണെന്നറിയോ? രാവിലെ 10 മണിക്കാണ് ഇതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, രാവിലെ 10 മണിക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് റൈസ്. രാവിലെ തന്നെ റൈസ് വയറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഗൈസ് എന്താവും അവസ്ഥ അറിഞ്ഞൂടാ. സോ ആക്രാന്തം മുട്ടി കഴിക്കുകയാണ്. ബിക്കോസ് തലേന്ന് രാത്രി ഒന്നും കഴിക്കാൻ പറ്റില്ല. കാരണം നല്ല തണുപ്പ് കാരണം ഫോഗ് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പം ഇതെല്ലാം കൂടി എല്ലാത്തിൻ്റെയും കടമുണ്ട്. എല്ലാം കൂടി കടപ്പം തീർക്കുക ഗൈസ്. കടം തീർത്തിട്ട് നമുക്ക് ഇറങ്ങാൻ വിടുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ കഴിക്കട്ടെ. എനിക്ക് കഴിക്കാൻ കുറച്ച് ടൈം വേണം. ബിക്കോസ് പിശുക്കി കഴിച്ച് അകത്തിയിലേ ഞാൻ നീക്കുള്ളൂ. സോ കാണിച്ചു തരാൻ കണ്ട ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത്. പപ്പടം പൊടിച്ചിട്ടു, സാമ്പാർ, പീസുള്ള ഉള്ളത് വെച്ച്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോരം പീസ് കിട്ടുമെന്ന് അറിയാം ഗൈസ്. ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ വില അറിയുന്നത്. ഓക്കെ, ഇതൊക്കെ ഫുഡ് എന്താ പറയുക, നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും കൂടിയാണ് വന്നേക്കണം. അപ്പം അതുകൊണ്ട് ഇവരുടെ കൈൻഡ് ഓഫ് ഫുഡ് കൂടി നമ്മൾ ട്രൈ ചെയ്തേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഗൈസ് നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ബില്ല് വന്നു. ഇത്രയൊക്കെ കഴിച്ചപ്പോൾ നമുക്കായിട്ടുള്ളത് 200 രൂപയാണ്. അപ്പോൾ 500-ന്റെ ചലഞ്ചിൽ നിന്ന് 200 രൂപ പൊട്ടി ഗൈസ്. 200 അങ്ങനെ പൊട്ടി ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 200 പൊട്ടി. അപ്പോൾ നമുക്കിനി പുറത്തിറങ്ങി ഓടാം. പൈസ കൊടുത്തിട്ട് ഓടാം ഗൈസ്. 200 പൊട്ടി കഴിഞ്ഞാൽ ബാക്കി എത്ര? 300. ഇനി 300 രൂപക്കും കൂടി നമുക്ക് കഴിക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ പല ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ദാൽ ഫ്രൈ, ദാൽ മഖ്നി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ ഐ എം നോട്ട് എ വെജിറ്റേറിയൻ ഫാൻ. അതുകൊണ്ട് നമുക്കിനി അടുത്ത സ്പോട്ടിൽ പോയി കഴിഞ്ഞപ്പം നമ്മൾ ഇവിടെ
ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് വേറെ സ്പോട്ടാണ് കേട്ടോ. മെയിൻ ഫുഡ് സ്ട്രീറ്റിൽ നമ്മൾ എൻ്റർ ചെയ്തു. അവിടെ ഉള്ളത് ആലു പറാട്ടയാണ് ഇവിടുത്തെ ഫേമസ്. ആലു പറാട്ട ഓർ പറാട്ട. ഇവിടെ പറാട്ട എന്നാണ് എഴുതി വെച്ചേക്കുന്നത്, പക്ഷെ ഞാൻ പറയാം പറാട്ട എന്നാണ് കേട്ടോ. അപ്പൊ അതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ഇവിടെ വരുന്നവരൊക്കെ അതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വരുന്നവർ മീൻസ് ഔട്ട് സ്റ്റാൻഡേർഡ്സ് അല്ല, ഇവിടെ ഉള്ള നാട്ടുകാർ മീൻസ് ഇവിടെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, അവര് ആലു പറാത്തയാണ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് ടേസ്റ്റ് ഇല്ലാണ്ട് നമ്മുടെ നാട്ടിലിപ്പോ നമ്മുടെ നാട്ടിലത്തെ ഫുഡ് നമുക്കറിയാലോ. അപ്പൊ നമ്മൾ എന്താണ് ആക്രാന്തത്തിൽ വന്ന് കഴിക്കുക, അതല്ലേ അവിടുത്തെ ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ്. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആലു പറാത്ത പറഞ്ഞു ഗൈസ്. ഒരെണ്ണം കേട്ടോ, ബിക്കോസ് അത് ഫേവറാണ്, പനിയാണ് ഗൈസ്, ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല പാവം. എന്നാലും ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് പാവം എൻ്റെ കൂടെ വന്നു. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പം ആലു പറാത്ത ഓർഡർ ചെയ്ത് ഞങ്ങൾ നോക്കി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ പറയാ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഒരു സ്പാ ചെയ്തിട്ടോ. കണ്ടോ ഡിഫറൻസ്, എൻ്റെ മുടി നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. കണ്ടോ ഡിഫറൻസ്, ഇതാണ് നല്ല നൈസ് ആയിട്ടുണ്ട് ഗൈസ് മുടി. ആൻഡ് ബേക്കിൽ കാണുന്നൊക്കെ ഫുഡ് സ്ട്രീറ്റുകളുണ്ട്, നമുക്ക് അവിടെ നിന്ന് പോയി ഞണ്ണാനുണ്ട്. ഫസ്റ്റ് ഇത് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് അങ്ങനെ സവാള അതെല്ലാം കൂടിയുള്ളൊരു തിക്ക് പേസ്റ്റ് ഉണ്ട്, മീൻസ് തിക്ക് ഒരു മസാല. ആ സംഭവം ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ പുറത്താണ് ഈ ഒരു റൊട്ടി വന്നിട്ട്. ഇതാ കണ്ടോ, ഇത് നമ്മൾ എന്നാ വരൂ ഗൈസ്. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ക്യാമറ ഒന്ന് സെറ്റ് ആകട്ടെ കേട്ടോ, ക്യാമറമാൻ റെഡി ആവട്ടെ. ഓക്കെ ഗൈസ്, സ്റ്റാർട്ട് അറ്റാക്ക്. ബട്ടറാ അപ്പൊ അത് മെൽറ്റ് ആവും. ഇവിടെ മറ്റേ സഫാരി ചാനലിൽ പറഞ്ഞ പോലെ നല്ല പാലിന്റെ ഒക്കെ ബിസിനസ് ഉണ്ടായതുകൊണ്ട് അതങ്ങനെ. ഗായ്സ്, ഇനി ഞാനൊരു നഗ്ന സത്യം പറയാം ഗായ്സ്. ഈ സാധനം, ഈ ഒരു പറാത്ത ഒരാൾക്ക് ഒറ്റക്ക് കഴിക്കാൻ പറ്റൂല കേട്ടോ, പറ്റണില്ല ഗായ്സ്. പെട്ടെന്ന് ഫുള്ളാവണ്. പക്ഷെ അത് ഉണ്ടാക്കി തന്ന ചേട്ടന്മാർ അവിടെ നോക്കി നിപ്പുണ്ട്. എനിക്ക് ഈ സാധനം അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ, അത് കാണിക്കാനും പറ്റുന്നില്ല. ആ ഒരവസ്ഥയായി പോയി ഗായ്സ്. അങ്ങനെ നമ്മുടെ 500 rupees ചലഞ്ചില് 250 ആണ് ഇപ്പൊ റൗണ്ട് ആയിട്ടുള്ളത് കേട്ടോ. അപ്പത്തേക്കും വയറ് നിറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് 200 rupees ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം. കരോൾ ബാഗിൽ വന്നു കഴിഞ്ഞാല് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഡബിളുടെ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കിട്ടും. നല്ല അടിപൊളി ദോശ, സാമ്പാർ അങ്ങനത്തെ ഐറ്റംസ് കിട്ടും. നമ്മുടെ സൗത്ത് ഇന്ത്യൻ മീൽസ് കിട്ടും. അതേപോലെ തന്നെ ഇവിടുത്തെ ഐറ്റംസ് ആലു പറാത്ത, പനീർ പറാത്ത അങ്ങനത്തെ ഐറ്റംസ്, ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടിട്ട്, അതായത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും. അത്രയും നല്ല ഹെവി ആയിട്ടുള്ളതാണ്. ഞാൻ കഴിച്ച ആലു പറാത്തൊക്കെ ഓൺലി 50 rupees ഉള്ളൂ കേട്ടോ. അത് ഒരാൾക്ക് അധികമാണ്. അതിന്റെ പകുതി കഴിച്ചാൽ തന്നെ ഒരാൾക്ക് വയറ് നിറയും, അത്രയും അധികമാണ്. പിന്നെ ഇത്രയും പൈസ നമ്മള് എന്താ പറയാ, ഇപ്പൊ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാല് എല്ലാവർക്കും പേടിയാണ്. അയ്യോ, ഫുഡിനായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ പൊട്ടുക. അപ്പൊ അങ്ങനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ചാന്ദിനി ചൗക്ക്, കരോൾ ബാഗ്, ജമാ മസ്ജിദ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ, ഇഷ്ടത്തിലധികം, ആവശ്യത്തിലധികം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. അത്രയും കിഡിലനായിട്ടുള്ള ഫുഡ് സ്പോട്ടുകളാണ്. ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ഗൈസ്. അത്രയും കിഡിലനാണ്. ഞാൻ 500 ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഒരു 200 എത്തിയപ്പോഴത്തേക്കിന് വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പം കബാബ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും. പക്ഷെ നമുക്ക് വയറ് നിറയണമെന്നുണ്ടെങ്കിൽ റൈസ് ഐറ്റംസ്, ആലു പറാത്ത അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കണം കേട്ടോ. ജമാ മസ്ജിദിന്റെ അവിടെയാണ് കുറച്ചുകൂടി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. ആൻഡ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ 500 ഫുഡ് ചലഞ്ച് ഓൺ കരോൾ ബാഗ്.
ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പിന്നെന്തൊക്കെയാ, നിങ്ങൾ ദില്ലിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരോൾബാഗ് റൂം എടുക്കാം, ചാന്ദിനി ചൗക്ക് എടുക്കാം, ജമാ മസ്ജിദിൻ്റെ അവിടെ എടുക്കാം. ഇവിടെ കാണട്ടെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുക. നമ്മൾ മലയാളീസിൻ്റെ ഹോട്ടലുകൾ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ തപ്പി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ കൊണ്ടുവന്ന ബജറ്റൊക്കെ കാലിയായിട്ടുണ്ടാവും. കാരണം അത്ര എക്സ്പെൻസീവാണ് ഡൽഹി. നിങ്ങൾ ആരുടെ വേണമെങ്കിലും ചോദിച്ചോക്കൂ, ഡൽഹിയിൽ താമസിക്കണമെന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് അധികാരം ഇങ്ങോട്ട് വരാത്തത്. പക്ഷേ ഈ പറഞ്ഞ ഇത്രയും ഏരിയാസിലൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് അടിപൊളിയായിട്ടുള്ള ഏരിയാസ് ആണ് ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഡൽഹി വിസിറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഇത്രയും നമ്മൾ ഡൽഹിയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള 3 ഫുഡ് സ്പോട്ടുകൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് കമൻറ്റ്സ് ഒക്കെ ഇടുക ഗൈസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.